ഓരോ കുട്ടികളും സ്വപ്നം കാണുന്ന, ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു സ്വപ്ന ജോലി ഉണ്ടായിരിക്കും. ആ സ്വപ്ന ജോലിയിലേക്ക് അവരെ കൈപിടിച്ചെത്തിക്കുന്ന ജോലിയാണ് ഒരു കരിയർ കൗൺസിലർ ചെയ്യുന്നത്. ആ ഒരു സ്വപ്നമുണ്ടല്ലോ, ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു സ്വപ്നം, അതിലേക്ക് എത്തിക്കുവാൻ അവരുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ, ഒരു അസസ്മെന്റ്, അവർക്ക് വേണ്ട ഡെപ്പോസിറ്ററി ഓഫ് ഇൻഫോർമേഷൻ, റൈറ്റ് ഇൻഫോർമേഷൻ, ഇതെല്ലാം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ലെവലിൽ നമ്മളിങ്ങനെ 1-to-1 ആയിട്ട് സ്റ്റുഡൻറ്റ് വന്നിരിക്കുന്നു, പാരൻറ്റും ഇരിക്കുന്നു, നമ്മളൊരു ക്യാബിനിലിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മളുടെ സംസാരം വഴിവിട്ടു പോകും. പല കാര്യങ്ങൾ, കുട്ടികൾ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാനും പല വിഷയങ്ങളിലേക്ക് പോയി അതിനൊരു സ്ട്രക്ചർ ഇല്ലാതെയാവും മാറും. അവിടെയാണ് കരിയർ അസസ്മെൻറ്റ്, ഇപ്പോൾ ഡിഫൈൻഡ് കരിയർ അസസ്മെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ് പറയുവാൻ ആഗ്രഹിക്കുന്നതും ഞാൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങളെ ഒന്ന് സ്ട്രക്ചർ ചെയ്യുക. അതുപോലെ ഒരു കുട്ടിയുടെ ജീവിതമാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അതാണ് എൻവിഷൻ ചെയ്ത് കൊടുക്കുന്നത്. ആ കാര്യം നമ്മൾ എൻവിഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണം എന്നുള്ളത് കൃത്യമായി നമുക്കതിൻ്റെ ഒരു ലിസ്റ്റിംഗ് ആവശ്യമാണ്. ആ ലിസ്റ്റിങ്ങിനാണ് കരിയർ ടൂൾസ് അല്ലെങ്കിൽ കരിയർ അസസ്മെൻറ്റ് ടൂൾ, സൈക്കോമെട്രിക് ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ടൂളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 2 രീതിയിൽ എനിക്ക് അല്ലെങ്കിൽ ഒരു കരിയർ കൗൺസിലറിന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, ഓൾറെഡി കരിയർ ഡിസിഷൻ എടുത്ത കുട്ടികൾ, യെസ് എനിക്കൊരു മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഡിഫൻസ് ആണ് താല്പര്യം, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ബിക്കം എ പൈലറ്റ്, വാട്ടെവർ ഇറ്റ് ഈസ്, ഈ രീതിയിൽ ഒരു ഡിസിഷൻ എടുത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ ഏറ്റവും വലിയ അടുത്ത ചോദ്യം, ആ കുട്ടി എന്നോട് അടുത്തതായി ചോദിക്കുന്നത്, സാർ ഇത് ഞാൻ തീരുമാനിച്ചു, പക്ഷേ ഇതെനിക്ക് എത്രത്തോളം സ്യൂട്ടബിളാണ്, ഞാൻ വേറെ ഇനി നോക്കണോ, ഒരു പ്ലാൻ ബിയിലേക്ക് ഞാൻ പോകണോ, ഇങ്ങനെയുള്ള പല ഡൗട്ടും ഈ കുട്ടിയുടെ മനസ്സിലുണ്ടാവും. ചില കുട്ടികൾ ചോദിക്കും, ചിലർ ചോദിക്കില്ല. അവിടെ എനിക്ക് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് അവനെടുത്ത ഡിസിഷൻ എത്രത്തോളം അവന് സ്യൂട്ടബിളാണ്, അതവൻ്റെ ഒരു ഗുഡ് ചോയ്സ് ആണോ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യം കേൾക്കുന്നവർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചെറിയ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അത് നമുക്കൊരു ഗുഡ് ചോയ്സ് ആണോ, അല്ലെങ്കിൽ ബാഡ് ചോയ്സ് ആണോ, അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന അവനത് കുഴപ്പമില്ല, ചിലത് കുഴപ്പമില്ല, ചിലത് കുഴപ്പമുണ്ട്, അങ്ങനെ ഒരു ആവറേജ് ഓപ്ഷനാണോ. ഈ രീതിയിൽ കൃത്യമായി ഡിസിഷൻ എടുത്ത കരിയർ സ്യൂട്ടബിൾ ആണോ എന്നറിയുന്ന ഒരു സ്യൂട്ടബിലിറ്റി അസസ്മെൻറ്റ്, സ്യൂട്ടബിലിറ്റി ഗൈഡൻസ്, സ്യൂട്ടബിലിറ്റി കൗൺസിലിംഗ്, അത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും. ആ കുട്ടി എടുത്ത ഡിസിഷൻ സ്യൂട്ടബിൾ ആണെങ്കിൽ അവൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കും, അവനതിൽ സെറ്റിൽഡ് ആകും, എടുത്ത ഡിസിഷൻ കറക്റ്റാണ് എന്നൊരു ഉൾക്കാഴ്ച കുട്ടിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തുടർന്നുള്ള അവൻ്റെ പഠനവും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള അവൻ്റെ എൻഗേജ്മെൻറ്റ്സും അടുത്ത ലെവലിലേക്ക് പോകും. യെസ്, റിപ്പോർട്ടിൽ തന്നെ നമ്മൾ അതിലുള്ള ഒരു ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ വൈ ദിസ് കരിയർ ഈസ് സ്യൂട്ടബിൾ ഫോർ യു. നമ്മളെപ്പോഴും നെഗറ്റീവ്സ്, ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമല്ല, അവർ ഓൾറെഡി ആ കുട്ടി ഉൾക്കൊള്ളുന്ന ചില കഴിവുകൾ ഉണ്ടായിരിക്കും, എന്തുകൊണ്ട് ആ തീരുമാനം നന്നായി, ആ ഒരു തിരിച്ചറിവ് കുട്ടിക്ക് ഉണ്ടാക്കുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, വളരെ കൂടുതലാണ്. അത് അവൻ്റെ കരിയറിന് ഉടനീളം സഹായിക്കും. രണ്ടാമത്തെ വിഭാഗം നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു ഐഡിയയുമില്ല. ഒരുപക്ഷെ അങ്ങനത്തെ കുട്ടികളാണ് എന്നെ തേടി കൂടുതൽ വരാറുള്ളത്. ഒന്നും അറിയില്ല സാറ് പറഞ്ഞാൽ എന്തും ഞാൻ ചെയ്യാം, എനിക്ക് എന്താ പഠിക്കേണ്ടതെന്ന് അറിയുന്നില്ല, ഐ എം ടോട്ടലി ബ്ലാങ്ക്. കുറേ കോഴ്സുകളുടെ പേരൊക്കെ ഞാൻ പല ക്ലാസ്സുകൾ, ഗൈഡൻസ് ക്ലാസ്സുകളിലും സ്കൂളിൽ കരിയർ ഗൈഡൻസിലും യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെ ഞാൻ കുറേ കോഴ്സൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഏത് സെലക്ട് ചെയ്യണമെന്ന് അറിയുന്നില്ല. ആ കുട്ടികളെ നമ്മളെങ്ങനെ ഹെൽപ്പ് ചെയ്യും? ആ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കരിയർ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉള്ളത്. അവിടെ നമ്മൾ ബേസിക്കിൽ നിന്നും തുടങ്ങേണ്ടിയിരിക്കുന്നു. അവൻ്റെ സ്വപ്നങ്ങൾ, അവൻ്റെ ഇഷ്ടങ്ങൾ, അവൻ്റെ പ്രതീക്ഷകൾ, അത് തുടങ്ങി അവിടെ നിന്നും സംസാരിച്ച് തുടങ്ങി സൈക്കോമെട്രിക് ടൂൾസ് ഉപയോഗിച്ച് അത് കൃത്യമായി ക്വാണ്ടിഫൈ ചെയ്ത് ഏത് സെക്ടറിലേക്കാണ്, ഏതൊക്കെ മേഖലയിലേക്കാണ് ആ കുട്ടിയെ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് കൃത്യമായി വരച്ച് കാണിച്ചു കൊടുക്കുക. അതായത് അതിൻ്റെ ഒരു കൃത്യമായ ഒരു ബ്ലൂ പ്രിൻ്റ് ആ കുട്ടിക്ക് കൊടുക്കുക, ഒരു റിപ്പോർട്ടിംഗ്, കരിയർ പ്രൊഫൈലിംഗ് ചെയ്തു കൊടുക്കുക. അതിലൂടെ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് he gets an informed career decision. He could be able to take an informed career decision.